ഈ കൗൺസിലറെ സംബന്ധിച്ച് എല്ലാ രാഷ്ട്രീയങ്ങൾക്കും അപ്പുറം ഇപ്പോൾ BJP കൗൺസിലർ ആണെങ്കിൽ പോലും രാഷ്ട്രീയത്തിനപ്പുറം എല്ലാ മനുഷ്യർക്കും ഒപ്പം നിൽക്കുന്ന ഒരാളായിരുന്നു കൗൺസിലർ അനിൽകുമാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആത്മഹത്യ അത് ഞെട്ടലുണ്ടാക്കുന്നതും അതിനോടൊപ്പം തന്നെ കുറേയധികം വൈകാരികം കൂടിയായിരിക്കും അവിടുത്തുകാരെ സംബന്ധിച്ച്. കാരണം എന്തൊരു ചെറിയ വിഷയം ഉണ്ടെങ്കിൽ പോലും അതിലെല്ലാം ഓടി വരികയും പങ്കെടുക്കുകയും ആ കുടുംബത്തെയൊക്കെ സമാശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു അദ്ദേഹം. നേരത്തെ അഞ്ജു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തുടർന്നോളൂ അഞ്ജു. സേതു, ഇവിടെ ഇപ്പോഴും ആളുകൾ തടിച്ചുകൂടി തന്നെ നിൽക്കുകയാണ്. വലിയ തരത്തിൽ നേരത്തെ അക്രമത്തിൽ ക്യാമറയുടെ ലെൻസ് ഉൾപ്പെടെ ക്യാമറയിൽ കേടുപാട് പറ്റിയിട്ടുള്ളതാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം നേരത്തെ കണ്ടതാണ്. ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നതിനിടയിൽ തള്ളി മാറ്റുമായിരുന്നോ? അതെ സേതു, അതായത് ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നതിനിടയിലല്ല, അത്തരത്തിൽ ഈ വാർത്ത കൊടുത്തതുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായ ചില പ്രശ്നങ്ങളായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് അവർ പെട്ടെന്നുണ്ടായ പ്രകോപനമാണ്. അതിൽ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നേരെയും വലിയ തരത്തിൽ ആക്രമണമുണ്ടായി. ഈ പിടിച്ചിരിക്കുന്ന മൈക്കിൽ അല്ലെങ്കിൽ ക്യാമറക്ക് നേരെ ആക്രമണമാണ് ഉണ്ടായത്. ആ ക്യാമറ ഇപ്പോൾ പൊട്ടി നിൽക്കുന്നത് മർദ്ദനം നേരിട്ടോ എന്ന് ഒന്ന് ചോദിച്ചു നോക്കൂ അദ്ദേഹത്തോട്. സേതു, അവിടെ ഉണ്ടായിരുന്ന എല്ലാ മാധ്യമപ്രവർത്തകർക്കും നേരെയും ഇത്തരത്തിൽ അതായത് മാധ്യമപ്രവർത്തകരെയും ഉന്തി നിൽക്കുന്നതും തള്ളി നീക്കുന്നതുമായിട്ടുള്ള കണ്ടതാണ് നമുക്ക്. ചെറിയ സ്പേസാണ്, കൗൺസിലറുടെ ഓഫീസിന് മുമ്പിലാണ് നമ്മൾ മാധ്യമപ്രവർത്തകർ എല്ലാവരും നിന്നിരുന്നത്. അവിടെ പെട്ടെന്ന് ഒരു പ്രകോപനവും ഇല്ലാതെ ആ ചെറിയ സ്ഥലത്ത് നിന്ന് രണ്ട് സൈഡിൽ നിന്നും നമ്മളെ ക്യാമറമാന്മാരെ ആക്രമിക്കുകയായിരുന്നു. വലിയ തരത്തിൽ മർദ്ദനമല്ല, തള്ളി വീഴുകയായിരുന്നു. ക്യാമറ പൊട്ടി. അതായത് അദ്ദേഹത്തിന് നേരെ മർദ്ദനം ഉണ്ടായതില്ല, അദ്ദേഹത്തിന് തള്ളി മാറ്റുകയായിരുന്നു. പെട്ടെന്ന് നമ്മൾ നിൽക്കുന്നത് സ്റ്റെയറിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തള്ളി താഴേക്കിട്ട സമയത്ത് ക്യാമറ പൊട്ടിയതാണ്. അതാണ് കാണുന്നത്. ഇവിടെ ദൃശ്യങ്ങൾ എടുക്കാമെന്ന എല്ലാ മാധ്യമപ്രവർത്തകർക്ക് നേരെയും സമാനമായിട്ടാണ് ഉണ്ടായിരുന്നത്. അതിനിടയിൽ മറ്റ് BJP പ്രവർത്തകർ തന്നെയാണ് അവരിൽ നിന്ന് പ്രകോപനം ഉണ്ടാക്കിയ ആളുകളെ പിടിച്ചു മാറ്റാൻ ഉൾപ്പെടെ നിന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആളുകൾ ഇപ്പോഴും തടിച്ചുകൂടി നിൽക്കുകയാണ്. മൃതദേഹം ഇതുവരെ ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പരിശോധന നടത്തും, ഇൻക്വസ്റ്റ് നടക്കുകയാണല്ലേ? അതെ സേതു, ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ നടക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം ഇവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട്. അതിന് മുന്നോടിയായിട്ടുള്ള പരിശോധനകൾ ഉൾപ്പെടെ നടക്കുകയാണ്. പോലീസിന്റെ നടപടിക്രമങ്ങൾ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കൗൺസിൽ ഓഫീസിന് താഴെയായിട്ട് നിൽക്കുന്ന ആളുകളെയാണ് കാണുന്നത്. പ്രവർത്തകരും കൗൺസിലറിന് ഏറ്റവും വേണ്ടപ്പെട്ടിട്ടുള്ള ആളുകളും ഈ വാർത്ത അറിഞ്ഞെത്തിയിട്ടുള്ള നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകളുമാണ് ഈ പരിസരത്ത് മുഴുവൻ ഉള്ളത്. എന്തായാലും എന്താണ് ആത്മഹത്യക്ക് പിന്നിൽ എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇനിയും കൂടുതൽ വ്യക്തമാകേണ്ടതുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധി എന്നതിന്റെ പേരിൽ എത്ര രൂപയുടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്, അത് പരിഹരിക്കാനായിട്ട് ആരും ഇടപെട്ടിട്ടില്ലേ? അദ്ദേഹം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നേരത്തെ തന്നെ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പലരോടായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം നിസ്സാരമല്ല. അത്തരത്തിൽ എന്താണ് അദ്ദേഹത്തിനെ ബാധിച്ചിട്ടുള്ള ഗുരുതരമായ പ്രശ്നം എന്നറിയണം. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വലിയ ജനകീയനായിട്ടുള്ള നേതാവാണ്. അത്തരത്തിൽ BJP കൗൺസിലറായിരിക്കെ തന്നെ വലിയ തരത്തിൽ എല്ലാ പ്രതിഷേധങ്ങളിലും BJPക്കൊപ്പം നിൽക്കുന്ന ആളുകളുടെ ജനകീയനും അതേപോലെ തന്നെ ഇപ്പൊ അഞ്ജു പറഞ്ഞ പോലെ ഈ നഗരസഭയിലൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നാലും ഒക്കെ മുൻപന്തിയിൽ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത ആളിനപ്പുറം ഇനിയിപ്പോ BJP അടുത്ത ഈ ഇലക്ഷനിലൊക്കെ ജയിക്കുകയാണെങ്കിൽ, ഭൂരിപക്ഷം കിട്ടുവാണെങ്കിൽ മേയർ സ്ഥാനാർത്ഥിയായി പോലും പരിഗണിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതെ സേതു സൂചിപ്പിച്ചതുപോലെ ആളുകൾക്കിടയിൽ വലിയ തരത്തിൽ സ്വാധീനമുള്ള, ആളുകൾക്ക് പ്രിയപ്പെട്ട ഒരു നേതാവ് കൂടിയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് കോർപ്പറേഷന്റെ മുന്നിലായാലും മറ്റെവിടെയാണെങ്കിലും BJPയുടെ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന ആളാണ്. അപ്പോൾ അത്തരത്തിൽ ആളുകൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ അങ്ങനെ പെട്ടെന്നുണ്ടായ ഈ സംഭവത്തിൽ ഞെട്ടലിൽ തന്നെയാണ് ആളുകൾ. അതിൽ ഇതുവരെ ഞെട്ടൽ മാറിയിട്ടില്ല. എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. ഈ ബാങ്കുമായി, വലിയശാല ബാങ്കിന്റെ
പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. ഈ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് നിലവിൽ പറയുന്നതെങ്കിൽ എത്ര രൂപയുടെ സാമ്പത്തിക പ്രതിസന്ധി വന്നിട്ടുണ്ട്, ചില പ്രശ്നങ്ങൾ ആ ബാങ്കുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ആ ബാങ്കിന്റെ മുന്നിൽ പ്രതിഷേധങ്ങളുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്, അതും പോലീസ് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്, അതായത് ഇന്ന് ഇത്തരത്തിലുള്ള മരണത്തിലേക്ക് നയിക്കാൻ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പോലീസിൽ നിന്ന് ഇനിയും ലഭിക്കേണ്ടതുണ്ട്, ആ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. പക്ഷേ ഈ സാമ്പത്തിക പ്രതിസന്ധി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന സമയത്ത് ഈ പ്രവർത്തകർ അത് ഏത് തരത്തിൽ എടുക്കുന്നു എന്നുള്ളതാണ് അല്പസമയം മുമ്പ് കണ്ടത്. അതിൽ ചില പ്രവർത്തകർ പെട്ടെന്ന് പ്രകോപിതരാവുകയും മാധ്യമപ്രവർത്തകർക്ക് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണവുമായിട്ട് വരികയാണ് ചെയ്തത്. അത് തന്നെ തടയാൻ BJP-യിലെ തന്നെ മറ്റു പ്രവർത്തകർ അത് തടഞ്ഞു നിർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ നടത്തരുത് എന്ന് പറഞ്ഞ് അവരെ തടയുന്നുണ്ടായിരുന്നു. പക്ഷേ അത് കേൾക്കാതെ ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ വലിയ തരത്തിൽ ആക്രമണം നടത്തിയിട്ടുള്ള ആളുകളുമുണ്ട്. പക്ഷേ പോലീസ് നോക്കി നിൽക്കുകയാണ് ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ ഈ ആക്രമണം ഉണ്ടായത് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആളുകൾ ഈ ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടി തന്നെ നിൽക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റും. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മറ്റ് വിവരങ്ങൾ പോലീസ് പങ്കുവെക്കും എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. തീർച്ചയായും അഞ്ജു, ഒരു മനുഷ്യൻ ആത്മഹത്യയിലേക്കൊക്കെ പോകണമെങ്കിൽ എന്തുമാത്രം മാനസിക സമ്മർദ്ദം അനുഭവിക്കണം എന്ന കാര്യം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് അനിൽകുമാറിനെ പോലെ ഒരാളൊക്കെ ഈ സാമ്പത്തികമായി പോലും പിന്നോക്കം നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വലുതായിട്ട് വരുന്ന സമയത്ത് ഒരുപക്ഷെ സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കുമായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു കൃത്യം അദ്ദേഹം നടത്തിയത്.